ഹായ്, ജസിയമ്മ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 19 കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുവാണെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് ഞാൻ ഇന്നലെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത്, എവിടെ വച്ചിട്ടാണ്, ഇതൊക്കെയാണ് എല്ലാവർക്കും അറിയേണ്ടത്. ഈ കുട്ടി എന്താ പറയുക എറണാകുളത്ത് പഠിക്കാൻ പോവുകയും പഠിത്തത്തിനോടൊപ്പം ജോലിയും കൂടെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവിടെ വെച്ച് ഇതര സംസ്ഥാന തൊഴിലാളിയെ കണ്ടുമുട്ടി പ്രണയത്തിലായിട്ട് അവർ എവിടെയൊക്കെ സംഗമിച്ചിരിക്കുന്നു. അത് കാരണമാണല്ലോ കുട്ടി പ്രഗ്നൻ്റ് ആയത്. ആ പ്രഗ്നൻ്റ് ആയതോ ഈ സംഭവ വികാസങ്ങളോ ഒന്നും തന്നെ ആ ഇതര സംസ്ഥാന തൊഴിലാളി അറിഞ്ഞിട്ടില്ല. അയാൾ എന്താണോ ആഗ്രഹിച്ചത് അത് നേടിക്കഴിഞ്ഞപ്പോൾ അയാൾ പൊടിയും തട്ടിപ്പോയി. ഈ പെൺകുട്ടി മാസങ്ങളിങ്ങനെ തികഞ്ഞ് വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ശാരീരിക ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. സ്ത്രീ ശരീരം പ്രഗ്നൻ്റ് അല്ലേ, അപ്പോൾ സ്ത്രീ ശരീരത്തിന് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ കുട്ടിക്ക് അത് വീട്ടിൽ പറയാൻ പറ്റത്തില്ലല്ലോ. ഈ കുട്ടി എന്ത് ചെയ്തു, നേരെ വീട്ടിൽ വന്ന് 2-3 മാസം കൊണ്ട് നിൽക്കുന്നു. അപ്പോൾ വീട്ടുകാർ ചോദിച്ചു എന്താണിങ്ങനെ വീട്ടിൽ വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞത് വയറിൽ കൊഴുപ്പിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കാണിച്ച് മരുന്ന് മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മരുന്ന് കഴിച്ച് റെസ്റ്റ് എടുക്കാനായിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞു. അതിന് പ്രകാരമാണ് ഞാൻ വീട്ടിൽ നിൽക്കുന്നതെന്നാണ് കുട്ടിയുടെ അച്ഛനോട് പറഞ്ഞത്. ആ വീട്ടിലെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാരണം അതിൻ്റെ അമ്മയെന്ന് പറയുന്നത് കടുത്ത മാനസിക രോഗിയാണ്. പിന്നെ ഒരു അനിയത്തി കുട്ടിയും കൂടെയാണുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അച്ഛൻ എന്തെങ്കിലും ജോലിക്കൊക്കെ പോയിട്ടായിരിക്കും അവർ കഴിഞ്ഞു വരുന്നത്. ഞാൻ ചോദിക്കുന്നത്, ആ വീട്ടിലെ അവസ്ഥ ഇത്ര മോശമാണെന്നറിഞ്ഞിട്ടും ഈ ഒരു പെൺകുട്ടി ജോലിക്കും പോയി പഠിക്കാനും പോയിട്ട് മറ്റൊരാളെ കണ്ട് ഈ വിധത്തിലൊക്കെ കാര്യങ്ങൾ ഒപ്പിച്ച് വെച്ചിട്ട് ആ വീടിനെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാതെ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടേണ്ട കാര്യമുണ്ട്. ഞാൻ പറയട്ടെ. അപ്പോൾ ആ കുട്ടി ഡോക്ടേഴ്സിനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കൊഴുപ്പാണ് വയറിനകത്തുനിന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്, പ്രഗ്നൻ്റ് ആണെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. എനിക്കതങ്ങോട്ട് അത്ര വിശ്വാസയോഗ്യമായിട്ട് തോന്നുന്നില്ല. 19 വയസ്സുള്ളൊരു കുട്ടിക്ക് ഒന്നും അറിയത്തില്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ പോലും എങ്കിൽ പിന്നെ ശുചിമുറിയിൽ പ്രസവിച്ചപ്പോൾ എന്തിനു കുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു? എനിക്കൊരു കുഞ്ഞിനെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ പൊതിഞ്ഞ് പിടിച്ച് ആ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് ചെല്ലാനല്ലേ ശ്രമിക്കുകയുള്ളൂ. അവൾക്കെല്ലാം അറിയാം. ഇപ്പം അവൾ ഉരുണ്ട് കളിക്കുവാണ്. എന്തായാലും ഈ കുഞ്ഞിനെ എടുത്ത് ഇത്രയും ഉയരമുള്ള കെട്ടിടത്തിൻ്റെ പുറത്തേക്ക് അവൾ എറിഞ്ഞുവെങ്കിലും ദൈവം ആ കുഞ്ഞിന് ഒരു ദോഷവും ഇല്ലാതെ കാത്തെന്ന് വേണം പറയാൻ. കാരണം കുഞ്ഞിന് ഒരു പോറൽ പോലും ഏൽക്കാതെ കുഞ്ഞിനെ ഇത് അത്ഭുതകരമായിട്ട് ഡോക്ടേഴ്സിൻ്റെ കൈകളിൽ എത്താനായിട്ട് ഇടയാക്കി. അപ്പോൾ കുഞ്ഞിന് നല്ല തൂക്കമൊക്കെ ഉള്ളൊരു കുഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ശരിക്കും എന്തൊരു ഓമനത്തോണ് ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയാൽ കാണാൻ പറ്റുക. അങ്ങനെയുള്ളൊരു കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് വലിച്ചെറിയാൻ ഈ പെൺകുട്ടിക്ക് എങ്ങനെ തോന്നി? അവളുടെ വയറിനകത്ത് കൊഴുപ്പാണ് എന്നാണ് അവൾ ഇത്രയും നാൾ വിചാരിച്ചിരുന്നെന്ന് പറയുന്നെങ്കിൽ ഒരു കുഞ്ഞിനെ കിട്ടിയപ്പം എന്തിനാണ് വലിച്ചെറിഞ്ഞത്? ആ അമ്മയ്ക്ക് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. കാരണം അമ്മ അത്രയും വഷളായ ഒരവസ്ഥയിലാണ് അമ്മയുടെ മാനസിക നില തകരാറിലായിരിക്കുന്നത്. അപ്പോൾ ആ അമ്മയ്ക്ക് എന്തായാലും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ കുട്ടി പറയുന്നത് അച്ഛനും അനിയത്തിക്കും വിശ്വസിക്കാൻ മാർഗമുള്ളൂ. അതുകൊണ്ടാണ് ആ വീട്ടുകാർ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മ്യൂണിറ്റി ഈ കുട്ടി ആശുപത്രിയിലുണ്ടല്ലോ, ഈ കുട്ടിയെ സന്ദർശിക്കാനായിട്ട് വന്നപ്പോൾ കുട്ടി അവരോട് പറഞ്ഞു ഈ കുഞ്ഞിനെ ഇനി വേണ്ടെന്ന്. ഇതിനിടയ്ക്ക് കുഞ്ഞിൻ്റെ കരച്ചിൽ പുറത്ത് ഒച്ചത്തിൽ കേട്ടപ്പോഴത്തേക്കും ആശുപത്രി ജീവനക്കാർ ഓടിച്ചെന്നപ്പോഴത്തേക്കും
ഒരു കുഞ്ഞ് കിടന്ന് ഉച്ചത്തിൽ നിലവിളിക്കുന്നു. അവർ കുഞ്ഞിനെ എടുത്ത് കൊണ്ടുവന്നു ആശുപത്രി അധികൃതരെ അറിയിച്ചു. ആശുപത്രി അധികൃതർ പോലീസിനോട് പറഞ്ഞു. പോലീസ് വന്നു. അങ്ങനെ പോലീസ് വന്ന് കുട്ടിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു എല്ലാം. അപ്പോൾ അവർ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് കുഞ്ഞിനെ പുറത്തേക്ക് എറിഞ്ഞ് വധശ്രമം നടത്തിയതിൻ്റെ പേരിൽ ഇവൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. വധശ്രമത്തിന് ആണ് കേസെടുത്തേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തെന്ന് വെച്ചാൽ കുഞ്ഞിനെ ഇവൾക്ക് വേണ്ടെന്ന് പറയുന്ന സ്ഥിതിക്ക് ഈ പെൺകുട്ടിയുടെ ആരോഗ്യനില കുറച്ച് ശരിയായി വരുമ്പോഴത്തേക്കും പിന്നെ അവളെ അറസ്റ്റ് ചെയ്യും. കുഞ്ഞിനെ ശിശുവിഹാർ ഏറ്റെടുക്കും. 60 ദിവസത്തോളം ശിശുവിഹാറിൽ കുഞ്ഞിനെ സൂക്ഷിച്ചിട്ട് അന്നേരത്തേക്ക് ഈ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു മനംമാറ്റം ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കും. അല്ലെങ്കിൽ അവർ അതിനുള്ള മേൽ നടപടികൾ സ്വീകരിക്കും. ഇത്രയും ഒരു നല്ല കുഞ്ഞിനെ എങ്ങനെ വേണ്ടെന്ന് പറയുന്നത്? അല്ല, ഈ കുഞ്ഞിനെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൾ എന്ത് ചെയ്യാനാണ്? ഇവളുടെ തീരുമാനമൊന്നും അറിയില്ല. എന്തോ ആയാലും പിന്നെ കുഞ്ഞിന് നല്ല സംരക്ഷണം ശിശുവിഹാർ കൊടുക്കും. അമ്മയ്ക്ക് എന്തായാലും വേണ്ടെന്നാണ് പറയുന്നത്. ആ അച്ഛനും ആ അനുജത്തിയും അവരാകപ്പാടെ ഒരു ഞെട്ടലാണ്. അവർക്ക് അതിൽ നിന്ന് അവർ ഇതുവരെ റിക്കവറായിട്ടില്ല. കാരണം ഇത്രയും നാൾ അവരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലല്ലോ. അമ്മ ശ്രദ്ധിക്കുന്നെങ്കിലല്ലേ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാകുന്നു. മോൾക്ക് കൊഴുപ്പിൻ്റെ പ്രശ്നമുണ്ട്. മോള് മെഡിക്കൽ കോളേജ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ കാണിച്ച് പിന്നെ മരുന്ന് മേടിച്ച് കഴിക്കുന്നു. അതിൻ്റെ ശാരീരിക അസ്വസ്ഥതകളാണ് മോൾക്കുള്ളതെന്ന് അച്ഛൻ വിചാരിച്ച്. അതിലെന്താണ് തെറ്റ്? ആ വീട്ടുകാരെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല. അവിടെ ആ കുട്ടിയെ വേണ്ട വിധം ശ്രദ്ധിക്കാൻ അവിടെ അമ്മയെന്ന് പറയുന്ന വ്യക്തിക്ക് കഴിയുന്നില്ല. പിന്നെ ഈ മകൾ പറയുന്നതേ അച്ഛന് അനിയത്തിക്കും വിശ്വസിക്കാൻ തരമുള്ളൂ. അപ്പോൾ എന്തായാലും കുട്ടിക്ക് വേണ്ടെന്ന് പറയുന്ന സ്ഥിതിക്ക് കുഞ്ഞ് ഏറ്റവും നന്നായിട്ട് സുരക്ഷിതമായ എവിടെയെങ്കിലും അത് ജീവിക്കട്ടെ, വളർന്നു വരട്ടെ. വളർന്നു വരുമ്പം അതിൻ്റെ അമ്മ അതിനെ എറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചു എന്നറിയുമ്പോഴുള്ള കുഞ്ഞിൻ്റെ ഒരു വേദനയാണ് ഞാൻ ഓർക്കുന്നത്. ഏതായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കൂടുതൽ വിശദ വിവരങ്ങൾ നമുക്കറിയാം. അറിഞ്ഞ അത്രയും കാര്യങ്ങൾ ഞാൻ എൻ്റെ ചാനലിൽ കൂടെ നിങ്ങളെ അറിയിച്ചതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്ക് എല്ലാവർക്കും ബൈ.